സ്വരം പാടിത്തരാം. സ്വരം പാടാം. ധാനി ധാപമപദനി ധാപമഗരി ഗമപദനി സരി മഗരി സനി ധപമഗരി ഗമപ്പ തരി ഗമപ്പനി സരി ഗമപ്പകാല സരി ഗമപ്പ ധനി ധപദ ധനി ഗരി നീ നിധമഗരി സരി ഗമ രി ഗമപ ഗമപദ മപദനി ഗരി റിസ സനി നിധ തപഗരി റിസ സനി നിധ തപഗരി റിസ സനി നിധ തപഗരി സനി തപ സരി ഗമപ രി ഗമപദ ഗമപദനി ഗരി സനി റിസ നിധ പ സനി ദപദ രി ഗമപദ സരി ഗമപനി സ രി ഗമപകാല. ഇത് കേൾക്കണം എന്ന് പറയുന്നത് എൻ്റെ ഒരു വിഷാണ്. എന്റെ രജനീഷേ, അത് എന്നെ ഫോൺ ചെയ്താൽ ഞാൻ പാടി കേൾപ്പിച്ചാൽ വീഡിയോ കോൾ ഇട്ട് പാടി തരാം. അതുപോലെ ഇത് ഇങ്ങനെ നേരിട്ട് ഇരുന്നിട്ടോ അത് വല്ലാത്ത ഒരു ആഗ്രഹമായി. അത് സാറിനെ കൈ കിട്ടി എന്തൊക്കെ ആഗ്രഹം കൊണ്ടുണ്ടായിരുന്നു. കൈ കിട്ടിയാലോ. സാറേ, ഞാൻ വേറൊരു ജോണറിലേക്ക് പോവാം. ശ്യാമസന്ധ്യ സൂര്യൻ എവിടെ, ഈ പാട്ടൊക്കെ കേട്ടുണ്ടോ? ചോദിച്ചത് അറിയാതെ കണ്ണുറങ്ങി, സാഗരം സാക്ഷി, രണ്ടും സങ്കടം വരുമ്പോൾ നമ്മൾ ശ്രീരാഘവൊന്നും നമ്മൾ കേൾക്കാൻ ശ്രമിക്കാറില്ല. ഇല്ലെങ്കിൽ കാരണം ദുഃഖം വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ദുഃഖമുള്ള പാട്ടുകൾ, അതെ, ദുഃഖമുള്ള പാട്ടുകൾ തന്നെ കേൾക്കും. അപ്പോൾ അത് ഒരു വല്ലാത്ത ജോണറാണ്. പ്രത്യേകിച്ച് നമ്മുടെ മെലഡികളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചില ദുഃഖപൂർണമായ രാഗങ്ങളായിട്ട് നമുക്ക് തോന്നുന്ന രാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സാഗരം സാക്ഷി ചെയ്യുന്ന എൻ്റെ അനുഭവം എന്തായിരുന്നു? ഈ രണ്ട് പാട്ടുകളിൽ എനിക്ക് ഈ ശ്യാമസന്ധ്യയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ചിലർക്കൊക്കെ കരയാതെ കണ്ണുറങ്ങാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ശ്യാമസന്ധ്യയോട് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ എൻ്റെ ഹൃദയമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. അത് ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അതൊരവസ്ഥം പറ്റിയത് ഇനി സംഭവിക്കുക. രജനീഷ്, അത് ബേസ് അതൊരു കീരവാണി ബേസ്ഡ് കോമ്പസിഷൻ ആണ്. നമ്മളത് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും അങ്ങനെ ഹരിതപമരിച്ച ജരിമാപ്പനിസ എന്ന് യൂസ് ചെയ്യാൻ നമ്മളിത് വേറെ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അത് കുറേയും കൂടെ ആർദ്രമാണ് ആ ഒരു പാട്ട്. അത് നമ്മൾ ചുമ്മാതൊരു പാത്തോസ് അല്ലാതെ അത് ആ ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വേദന തരുന്ന ഒരു ഫിലിമാണ് സാഗരം സാക്ഷി. അത് മമ്മൂക്ക എന്ത് മനോഹരമായി ചെയ്തിട്ടുമുണ്ട്. അയ്യോ, അദ്ദേഹം എല്ലാം ചെയ്യുന്നത് സൂപ്പറാണ്. പിന്നെ ഇത് എൻ്റെ പാട്ടും കൂടെ ആയപ്പോൾ ഞാനത് എടുത്ത് പറയണ്ടേ. എനിക്കതിൽ പ്രധാനമായിട്ടൊരു ഏറ്റവും അതിൻ്റെ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഇദ്ദേഹം ഒരു കടലിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ മകളുടെ കല്യാണമാണെന്ന് അളിയം എന്ന് പറയുന്ന സമയത്ത് ആകാശമേടയിൽ നീ മാൻപേടയായി ഉയർന്നാലെന്ന് പറഞ്ഞത് അദ്ദേഹം എന്തൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. ഞാൻ ആകെ വിഷമിച്ചു പോയത്. കാര്യം അസാധ്യം. അത് നമ്മൾ ഐതപ്ര അണ്ണാച്ചിക്കും ആ ഒരു ക്രെഡിറ്റ്. പിന്നെ നമ്മുടെ ഗാനഗന്ധർവൻ അതുപോലെ ചിത്ര ചേച്ചി ഒരു രണ്ടുപേരും പാടിയിട്ടുണ്ട്. അതൊക്കെ ഓരോ അനുഭവങ്ങൾ. ആ വരിയൊന്ന് പാടുവോ? ആകാശമേടയിൽ വല്ല ആവശ്യമുണ്ട്? അതല്ല, അത് വേറെ ഫീലാണ് ശരിക്കും. ആകാശമേടയിൽ നീ മാൻപേടയായുയർന്നാൽ തിങ്കൾ കൊതുമ്പുമായി വരും. ആകാശമേടയിൽ നീ മാൻപേടയായുയർന്നാൽ തിങ്കൾ കൊതുമ്പുമായി വരും. വിദൂരമേഘമായി ഞാൻ നിന്നിഴലായി ഞാൻ മായും. കരയാതെ കണ്ണുറങ്ങ് താമരത്തേനുറങ്ങ്, മാറോടു ചേർന്നുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. വരി മാറിപ്പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഗൈതപ്രണർജി ക്ഷമിക്കും. ഓ, അടുത്ത ചോദ്യം കൂടി വേണ്ടെന്ന് പറഞ്ഞ അവസ്ഥയിലായി പോയി. അത് തുടർന്ന് കേൾക്കാൻ തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. സാറിന് ഒരുമാതിരിപ്പെട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആഘോഷിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നമ്മളൊക്കെ ഇത്രയും പ്രാവശ്യം കേട്ടിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവില്ല. കാരണം ഒന്ന് എനിക്ക് തോന്നുന്നു പിടികിട്ടാത്തതുകൊണ്ടായിരിക്കാം.
അതായത് സുകുമാരക്കുറിപ്പ് അതെ, എളുപ്പത്തിൽ പിടികിട്ടാത്തത് കൊണ്ട് നമ്മൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമോ? അതിന്റെ സാർ എന്താ കരുതണേ, ഇതിന്റെ കോമ്പോസിഷൻസ് പെട്ടെന്ന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കുമോ നമുക്ക് ഇത്രയും പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുമ്പോൾ സുഖം കിട്ടുന്നത്? അങ്ങനെ ആയിരിക്കുമോ? അല്ല, ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ആ പാട്ടിനൊരു സോൾ, ഒരു ആത്മാവുള്ളത് കൊണ്ടാണ് നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സാധാരണക്കാരനെ എങ്ങനെയാ അത് പറഞ്ഞു കൊടുക്കുക? ഒരു മിനിറ്റ്, ഞാനൊന്ന് ഗൂഗിൾ ചെയ്യട്ടെ. സാധാരണക്കാരൻ അല്ല, ഇത് കാര്യം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, അത് നമ്മുടെ ആത്മാവിൽ അതിനകത്തിട്ടിട്ട് നമ്മൾ ഓരോ ട്യൂൺ ഉണ്ടാക്കുന്നത്. അല്ല, പക്ഷേ സാർ അതിനകത്തൊരു ചോദ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പാട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് സിറ്റുവേഷൻസോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചില ഇൻപുട്സ് കിട്ടിയിട്ടുണ്ടാവും. അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വർക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതും ചിട്ടപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിലിങ്ങനെ ആലോചിക്കുകയും അതിനകത്തുനിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കും. പക്ഷേ ഈ വർക്കൊക്കെ നടക്കുമ്പോൾ നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യണം ചെയ്തേ പറ്റൂ, കാരണം ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ സോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഉള്ളിൽ കിടന്ന് പരുവപ്പെട്ട് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയൊക്കെയാണോ പറയുക? എന്താണ് അതിന് കറക്റ്റ്? അല്ല, അത് നമുക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരിക്കും നമ്മൾ പുറത്തേക്ക് ഇടുന്നത്. അല്ല, എന്തെങ്കിലും ഒരു ശ്യാമസന്ധ്യേ കൂടെ വിടേ മായാതാലമെൻ്റെ അങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയിട്ട് ഡയറക്ടറിനെ പാടി കേൾപ്പിക്കാനുള്ള ഒരു തൊലിക്കെട്ടി എനിക്കില്ല. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന വളരെ സോൾഫുള്ളായിട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പാട്ടുകളെല്ലാം തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയത് കൊണ്ടാണ് ഞാനത് ആ ഡയറക്ടറിന് പാടി കേൾപ്പിച്ചത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത്. ഇല്ലെന്നുകൊണ്ട് നമ്മൾ ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ടായിരിക്കണം ഇപ്പോഴും മംഗളങ്ങളായിരുന്നു. ഇപ്പോൾ ഏതൊരു പ്രോഗ്രാമിന് പോയാലും ടം പ്ലം പ്ലം പ്ലിം പ്ലം ജനങ്ങൾ അങ്ങനെ ഈ കൈതട്ടൽ അത് കേൾക്കുന്ന ഒരു സുഖമാണ്. കാര്യം അതുകൊണ്ടായിരിക്കണം. കാര്യം സോൾഫുള്ളായിട്ടുള്ള പാട്ടുകളൊക്കെ നിൽക്കും. അതിങ്ങനെ അനശ്വരങ്ങളാണ്. അല്ലാത്തതൊക്കെ പാസിംഗ് ക്ലൗഡ് പോലെ പോകും. പല വൈറലായ പാട്ടുകൾ നമ്മളിപ്പോൾ കേൾക്കാറുണ്ട്. അത് മാത്രം എടുത്ത് നോക്കിയാൽ മതി. അത്ര വെരി സിമ്പിൾ, അത്രേ ഉള്ളൂ. ഈ മംഗളങ്ങളെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടായി പോകുന്നതിൽ ക്ഷമിച്ചു ഞാൻ. അങ്ങനെ തന്നെ പിച്ച് ചെയ്യണമെന്നോ അങ്ങനെ തന്നെ അത് വരണമെന്നൊക്കെ ഉള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ദാസാറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഔട്ട്പുട്ട് തരുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ വരണമല്ലോ. ആദ്യത്തെ സിനിമയും കൂടെ ആയതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഔട്ട്പുട്ട് ആദ്യമേ കിട്ടിയത്. പിന്നെ അപ്പോൾ ദാസേട്ടനുമായിട്ട് നമ്മളെന്ന് പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഫീഡ് ചെയ്യണം. എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ അവിടുന്ന് വരുന്നത് നമ്മൾ പറയേണ്ട കാര്യമെല്ലാം ദൈവം പാടുന്ന പോലെ ഇരിക്കും. അതൊരു നിവർത്തില്ല. ആ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ സല്ലാപം കവിതയായി എന്നുള്ള പാട്ട് ഞാനാണ് ട്രാക്ക് പാടി വെച്ചത്. അപ്പോൾ നമ്മൾ പാടുമ്പോൾ ഞാൻ ആസ് എ കമ്പോസർ ഞാൻ പാടിയതിൻ്റെ ഒരു സോളുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് കേൾക്കുമ്പോൾ ഭയങ്കര സുഖമായിരുന്നു. പക്ഷേ ദാസേട്ടൻ വന്ന് പാടിക്കഴിഞ്ഞപ്പോഴാണ് സത്യമായിട്ട് സല്ലാപം കവിതയായത്. അതുവരെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ടോണൽ ക്വാളിറ്റി, പിന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ പാടണമെന്നുള്ളത്, നമ്മുടെ ഒരു കോമ്പസിഷൻ അദ്ദേഹത്തിന് ഉള്ളിലേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് തരുന്നത് അതിൻ്റെ അപ്പുറത്തെ ഒരു ഐറ്റം ആകുമ്പോൾ നമ്മൾ ഷുഗർ ഫ്രീ കൊടുത്താൽ അവിടുന്ന് നല്ല തേനിൽ കുഴച്ചിങ്ങോട്ട് തന്നാൽ അതിൻ്റെ അപ്പുറത്ത് എന്ത് വേണം? അത് നമ്മൾ ഓരോ അനുഭവങ്ങളും ദാസേട്ടനുമായിട്ട് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ടെക്നിക്കലി ഞങ്ങളത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ദാസേട്ടൻ തന്നെ മനസ്സിലായിട്ടുമുണ്ട് ഞാൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന്. ആദ്യമൊക്കെ കുറച്ച് മസിലൊക്കെ പിടിച്ചെങ്കിലും അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം. അത് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സിന്ദൂരരേഖ എന്ന് പറയുന്ന ചിത്രത്തിൽ അത് ഞാൻ പ്രത്യേകിച്ച് സിബിച്ചേട്ടനും രഘുനാഥ് പലേരി അണ്ണാച്ചിക്കും എൻ്റെ താങ്ക്സ് പറയാം. അവരാണ് ഈ ട്യൂൺ ഓക്കെ ആക്കിയത്. ആ രാവിൽ വീണാനാഥം പോലെ എന്നുള്ള പാട്ട് കുറച്ച് കോംപ്ലക്സ്ഡ് ആണ്. ആ കാര്യം എൻ്റെ സ്കെയിലും എല്ലാ നോട്ട്സും ഉണ്ട്, മിക്കവാറുള്ള എല്ലാ നോട്ടും വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അതങ്ങനെ ഇട്ടതല്ല, വന്നതാണ്. അപ്പോൾ അത് പ്രണയത്തിന് എത്ര കളേഴ്സാണുള്ളത്. ഇതുവരെ പ്രണയം എന്നുള്ളത് ഇന്നതാണ്, ഇതാണ് പ്രണയം, CO2 ഇൻറ്റു H2O എന്നൊന്നും എഴുതി കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അതിനൊരു ഫോർമുല ഇല്ല. അതൊരു ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു ദൈവിക സംഗതിയായിട്ടാണ് ഞാൻ കരുതുന്നത് പ്രണയം എന്ന് പറഞ്ഞാൽ. അല്ലാതെ മറ്റൊന്നുമല്ല. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മാംസനിബദ്ധമല്ല രാഗം, ഒറിജിനലായിട്ടുള്ള അനുരാഗം എന്ന് പറഞ്ഞാൽ ആരാഗമാണ്, അല്ലാതെ ആ രോഗമല്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഫ്ലോ പോയി. സിന്ദൂരരേഖയിൽ ഈ രാവിലെ വീണാനാഥം ഇത് പല്ലവിയൊക്കെ പാടി പറഞ്ഞ് പഠിക്കുമ്പോഴേ ദാസേട്ടൻ ചിരിച്ചോണ്ടിരുന്നു. സാധാരണ അങ്ങനെ ചിരിക്കത്തേ ഇല്ല. നമ്മളെ ടെൻഷനാക്കി എന്തിനാ ഇത് ചെയ്തത്, എന്തിനാ ഇത് ദാസേട്ടനെ വിളിച്ചതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും ആദ്യം. പിന്നെ ഇത് പാടുമ്പോൾ ദാസേട്ടനെ കാര്യം കോമ്പസിഷൻ ദാസേട്ടനെ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചരണമുണ്ട്. ആവണി മാസമായി
കായൽ തിരകളിളകിയാർത്തുപോയി. അത് കായൽ തിര അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കായൽ തിരകൾ എന്നാണ്. അപ്പോൾ ദാസേട്ടൻ ആവണി മാസമായി കായൽ തിരകൾ ഇളകിയാതുപോയി. അതിലും തെറ്റൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ദാസേട്ടാ അത് തള്ളിയാ ദാസേട്ടാ എന്ന് പറഞ്ഞു. അതെന്താടാ മോനെ, കായൽ തിര ഇങ്ങനെ പാടിയ ഇളകത്തില്ലേ എന്ന്. ഞാൻ പറഞ്ഞു ഇളകുമായിരിക്കും, പക്ഷേ എനിക്ക് ഇങ്ങനെ മതിയെന്ന്. അതൊരു ഭയങ്കര ചിരിയായിരുന്നു. അതെന്താണ് അത് അന്നും നല്ല ജോളി മൂടായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ അസാധ്യമായിട്ട് അത് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വേറെ ലെവല്.